വിദേശത്തേക്ക് പോകുന്നവർ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നില്ലെന്നും ഇതിലൂടെ കേരളത്തിലേക്ക് പണം അയക്കുന്നത് കുറയുന്നതിനാലുമാണ് വിദേശ സ്വകാര്യ സർവകലാശാലകളെക്കുറിച്ച് സർക്കാർ ചർച്ച ആരംഭിച്ചതെന്ന് സ്പീക്കർ എൻ ഷംസീർ പൂഞ്ഞാർ ജോബ്സിന്റെ പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിന് സമരം നടത്തി ഏതാണ്ട് കുറെ ജയിലിലൊക്കെ കിടന്നാളാണ് ഞാനത്. പക്ഷെ കേരളം മാത്രം ഇങ്ങനെ പ്രതിരോധിക്കും? കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഭാഗം നിങ്ങൾ ഓർക്കണം, 33 വർഷം ഈ സംസ്ഥാനം പ്രതിരോധിച്ചു. ഇപ്പം ഇവിടുന്ന് ആളുകൾ പോവാണ്. ഇവിടുന്ന് ആളുകൾ എങ്ങോട്ട് പോകുന്നു? ഗൾഫിലേക്ക് പോയാൽ റിമിറ്റൻസ് ഉണ്ടാവും. ഇപ്പൊ ഗൾഫിലേക്കാണ് പോകുന്നത് അമേരിക്ക, മിഡിൽ ഈസ്റ്റിലേക്ക് പോയവർ തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ US-ലേക്കും യൂറോപ്പിലേക്കും കാനഡയിലേക്കും ആരും കൂടി തിരിച്ചു വരുന്നില്ല. എന്താ സംഭവിക്കുന്നത്? എങ്ങനെയാ? ഞാൻ ഇങ്ങോട്ട് പറയാം, വളരെ ഫാക്റ്റായി പറയാൻ കാര്യങ്ങൾ എന്താ. ആദ്യം പഠിക്കാൻ പോകും. പഠിക്കാൻ പോയി കുറച്ച് കഴിഞ്ഞാൽ അവിടെ ജോലിയാക്കും. ജോലിയാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് മെല്ലെ മംഗലം കഴിക്കും. മംഗലം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, കല്യാണം. മംഗലം കഴിക്കും. പിന്നോ മെല്ലൻ അവൻ്റെ ഭാര്യനെ കൊണ്ടുപോകും. ഭാര്യനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവനാടെ മെല്ലൻ ഒരു വീടെടുക്കും. പോരാ, ഇതൊരു മലബാർ സ്ലാങ് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിയില്ല. വീട്, ഹോം, ഹൗസ്, വീട് വെക്കും. വാടക വീടിനേക്കാൾ EMI റേറ്റ് കുറവാണ് സ്വന്തം വീട് വെക്കാൻ ബാങ്കിൽ നിന്ന് കിട്ടുന്ന വായ്പ. അപ്പം ഒന്നെന്താ അവൻ ചിന്തിക്കാം, വാടക വീടിന് ഇത്ര പൈസ കൊടുക്കണം, സ്വന്തം വീട് വെക്കാൻ EMI ഇത്ര കിട്ടും, എങ്കിൽ പിന്നെ സ്വന്തം വീട് വെച്ചാൽ പോരെ. അങ്ങനെ സ്വന്തം വീട് വെക്കും. സ്വന്തം വീട് വെച്ചവനെ ചിന്തിക്കുക, എന്തിനാ എൻ്റെ ഭാര്യയ്ക്ക് മാത്രം ജീവിക്കാൻ ഇത്ര വീട്, എൻ്റെ അമ്മേനെ അച്ഛനെ കൊണ്ടുപോകുന്നു, പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല. മുമ്പ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നവർ തിരികെ വരുമായിരുന്നു. എന്നാൽ യൂറോപ്പ്, അമേരിക്ക, കാനഡ എന്നിവിടങ്ങളിലേക്ക് പോകുന്നവർ തിരികെ വരുന്നില്ലെന്നും പഠനത്തോടൊപ്പം ജോലിയും ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളുത്തുങ്കൽ നേതൃത്വം നൽകുന്ന MLA സർവീസ് ആർമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സൗജന്യ ഓൺലൈൻ ജോബ് പോർട്ടലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ സെബാസ്റ്റ്യൻ കുളുത്തുങ്കൽ MLA അധ്യക്ഷനായിരുന്നു. ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സുഭേഷ് സുധാകരൻ, PR അനുപമ, ജില്ലാ ആസൂത്രണ സമിതി അധ്യക്ഷൻ K രാജേഷ്, സാജൻ കുന്നത്ത്, സെൻറ് ഡൊമിനിക്സ് കോളേജ് മാനേജർ ഫാദർ വർഗീസ് പെരിന്തിരിക്കൽ, സെൻറ് ഡൊമിനിക്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സീമൺ തോമസ്, പൂഞ്ഞാർ ജോബ്സ് ജനറൽ കോർഡിനേറ്റർ ബിനോയ് C ജോർജ് തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ടീം റിപ്പോർട്ടേഴ്സ്, കാഞ്ഞിരപ്പള്ളി. എത്രയാണെന്ന് വെച്ചാ നീ നോക്കിയിരിക്കുന്നേ? നിന്റെ ലീവ് വൈകിയപ്പോ കുറച്ചൊക്കെ ഞങ്ങളങ്ങ് പോയി എടുത്തു. പിന്നെ അപ്പന്റെ ഒരു ധൃതി ഉണ്ടായിരുന്നു. അയ്യോ മോളെ, ഞങ്ങളുടെ ടേസ്റ്റിന് പോയി എടുത്തേ ഉള്ളൂ. നീ വന്നിട്ട് നിനക്കൊക്കെ പോയി മാറ്റിയെടുത്തോ? എടുത്തത് ഇടിമണിക്കലിന്നല്ലേ? ഓക്കും, എനിക്ക് ഉറപ്പാ. അവിടെയല്ലേ ഇപ്പൊ കല്യാണം. ഇടിമണിക്കല ഇപ്പൊ കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പാല, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം. ഇപ്പൊ ഇടിമണിക്കല കല്യാണം.